നമസ്കാരം, ഞാൻ ഡോക്ടർ സജ്ന കെ എം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണല്ലോ. അപ്പം നമ്മൾ എല്ലാ വനിതാ ദിനത്തിലും ചില ആശംസകളൊക്കെ കാണാറുണ്ട് അല്ലേ? ഹാപ്പി വിമൻസ് ഡേ, യു ആർ സ്ട്രോങ്, യു ആർ സെൽഫ്ലെസ്, യു ആർ ദ ബാക്ക് ബോൺ ഓഫ് ദ ഫാമിലി, യു ആർ ദ ബാക്ക് ബോൺ ഓഫ് ദ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആശംസകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് സ്ത്രീകളെല്ലാവരെയും പരിപാലിക്കുന്നത് കൊണ്ട് അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടവരാണെന്നാണോ? അപ്പോൾ അവരെ ആരെങ്കിലും പരിപാലിക്കണ്ടേ? പിന്നെ അതുപോലെ തന്നെ അവരുടെ ത്യാഗം, അവർ സെൽഫ്ലെസ് ആയിട്ട് അവരുടെ ആരോഗ്യം പോലും സാക്രിഫൈസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത്? അപ്പോൾ ഈ ഒരു വനിതാ ദിനത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന അവരുടെ ആരോഗ്യത്തിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, കരിയർ, ലീഡർഷിപ്പ്, അതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നീ മേഖലകളിലൊക്കെയുള്ള ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ആരോഗ്യത്തെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാറുണ്ടോ? നിരന്തരം രോഗങ്ങളോട് മല്ലിടുന്ന, ക്ഷീണിതയായിട്ടുള്ള, വേണ്ട സമയത്ത് വൈദ്യസഹായം തേടാത്ത, രോഗനിർണയം നടത്താത്ത ഒരു സ്ത്രീക്ക് എത്രത്തോളം ഏത് മേഖലയിലാണെങ്കിലും ശാക്തീകരണം സാധ്യമാകും? സ്ത്രീകളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് രോഗത്തെക്കുറിച്ച് മാത്രമല്ല, സമൂഹവും വൈദ്യശാസ്ത്രവും അതുപോലെ സ്ത്രീകൾ തന്നെയും എത്ര കാലമായിട്ട് അവരുടെ ആരോഗ്യത്തെ അവഗണിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വേദന വന്നാൽ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിലൊക്കെ പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് എത്രയോ സമയം കാത്തിരുന്നതിന് ശേഷമാണ് സ്ത്രീകൾ ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു ആരോഗ്യ സംവിധാനത്തെയൊക്കെ സമീപിക്കുന്നത്. അതായത് അവർ എപ്പോഴും പറയണ കേട്ടിട്ടുണ്ട്, ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു, അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം അതിൻ്റെ ഇടയിൽ വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ ആവും ബുദ്ധിമുട്ടുകൾ, വേദന എന്നൊക്കെ കരുതിയിട്ടാണ് ഇരുന്നത്. പിന്നെ അല്ലെങ്കിൽ ചിലപ്പം പറയും കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു വീട്ടിൽ, അപ്പം അതുകൊണ്ടായിരിക്കും ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതൽ തോന്നണമെന്ന് കരുതിയിട്ട് ഇത്തരത്തിലൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയം വൈകിട്ടാണ് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ അവർ ഡോക്ടറെ കാണാൻ എത്തുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ പല രോഗങ്ങളും സ്ത്രീകളിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഇത് കാണിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഹാർട്ട് അറ്റാക്ക്, ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഹൃദയാഘാതം കൊണ്ട് മരിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഹൃദയാഘാതത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടുള്ളത് ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദനയാണെങ്കിലും പലപ്പോഴും സ്ത്രീകളിൽ കാണപ്പെടുന്നത് ഓക്കാനം, ഛർദി, അല്ലെങ്കിൽ ശ്വാസതടസ്സം, താടിയെല്ലിൻ്റെ വേദന, ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പം പഠനങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് പലപ്പോഴും സ്ത്രീകളുടെ ഹൃദയാഘാത സാധ്യതകളൊക്കെ ദഹനക്കേടും ഉത്കണ്ഠയൊക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അതായത് പുരുഷന്മാരിൽ ഇതെങ്ങനെയാണോ ഈ രോഗങ്ങൾ ഉണ്ടാവുന്നത്, രോഗങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ സ്ത്രീകൾക്ക് വരുമ്പോൾ അവർ തന്നെ അവഗണിക്കും. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ആരോഗ്യ സംവിധാനങ്ങളെ സമീപിക്കുമ്പോഴും അത്തരത്തിലുള്ള തെറ്റായ രോഗനിർണയങ്ങൾ നടത്തപ്പെടുന്നു എന്നാണ് കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ. ഇതൊക്കെ സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പക്ഷെ അതെല്ലാം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് രോഗനിർണയം നടത്തപ്പെടുന്നത് എന്നുള്ളതാണ്. പിന്നെ മാനസികാരോഗ്യത്തിൻ്റെ കാര്യം, സ്ത്രീകൾക്ക് ഉത്കണ്ഠയും ഡിപ്രഷനൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ പലപ്പോഴും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിരിക്കാം, അതിൻ്റെ ഭാഗത്തുള്ള മൂഡ് സ്വിങ്സ് ആയിട്ടൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകൾ എപ്പോഴെങ്കിലും പതിവ് പരിശോധനകൾ കൃത്യമായിട്ട് നടത്താറുണ്ടോ? ഒരിക്കലും ഇല്ല. കുറച്ച് അസുഖമൊക്കെ ഒന്ന് കുറയുകയാണെങ്കിൽ അവർ വീണ്ടും അവരുടെ വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ, ബാക്കി പ്രാരാബ്ദങ്ങൾ, ജോലി, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകും. പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് പതിവ് പരിശോധനകൾ, റുട്ടീൻ ചെക്കപ്പുകൾ, ഫോളോ അപ്സ് ഒക്കെ നടത്തുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ കുറവാണ്. ഇനി എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പം കുടുംബം അല്ലെങ്കിൽ സമൂഹമൊക്കെ സ്ത്രീകളെ ഈ വേദനകളൊക്കെ സഹിക്കാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പം ഒരു ആർത്തവേദന വരികയാണെങ്കിൽ അതൊരു നോർമലാണ്, നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല വേദനയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ സാധാരണമാണ്, അത് സഹിക്കുക. അതുപോലെ തന്നെ ആർത്തവിരാമത്തോട് അനുബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പല സ്ത്രീകളും സ്വയം തന്നെ പറയും എനിക്ക് ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇതിനോടനുബന്ധിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ അതും അവർ സഹിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രസവാനന്തരം ഒക്കെയുള്ള ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകൾ പോലും പലരും ഇതൊക്കെ സാധാരണമാണ് അല്ലെങ്കിൽ ഇതൊക്കെ സഹിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ സഹിക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഇതിനൊരു മാറ്റം വരണ്ടേ? ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ ചിന്തകളിൽ തന്നെ മാറ്റം വരണം. അതായത് സ്ത്രീകൾ വിചാരിക്കണം, സ്വന്തം ആരോഗ്യം നോക്കുന്നത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല, അത് സ്വാർത്ഥമല്ല. നമുക്ക് മറ്റുള്ളവരെ പരിപാലിക്കണം എന്ന് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം കൂടി നോക്കിയാൽ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പോൾ ഒരു ഹോം മേക്കറാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആളാണ്, ഒരു പ്രൊഫഷണലാണ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഏത് മേഖലയിലായാലും അവിടെ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവൂ. നമ്മളുടെ മാനസിക ആരോഗ്യമാണെങ്കിലും അതുപോലെ തന്നെ നല്ല ജീവിതശൈലി പിന്തുടരുന്ന കാര്യമാണെങ്കിലും നല്ല പോഷകാഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക, ഈ രീതിയിലൊക്കെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് രോഗങ്ങളെ ചികിത്സിക്കുക മാത്രമല്ല, രോഗങ്ങളെ തടയുകൂടെ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വനിതാ ദിനത്തിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ത്രീകളോടൊന്ന് അന്വേഷിക്കുക, അവരവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതായത് അവരവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ രോഗങ്ങൾക്കൊക്കെ ശരിയായ രീതിയിൽ ചികിത്സ എടുക്കുന്നുണ്ടോ, ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ വീഡിയോ കാണുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ശക്തി, അതിന് മുൻഗണന കൊടുക്കുക. ഏത് മേഖലയിലാണെങ്കിലും ഒരു ശാക്തീകരിക്കപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് ഒരു ആരോഗ്യവതിയായ സ്ത്രീ കൂടിയാണ്. താങ്ക് യു.